പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ. സുരക്ഷാ കാര്യങ്ങൾക്കും രാഷ്ട്രീയകാര്യ സാമ്പത്തിക കാര്യങ്ങൾക്കുമുള്ള മന്ത്രിസഭാ സമിതി യോഗങ്ങളും ചേരുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം ചെനാബ് നദി വരണ്ടു എന്ന് സൂചിപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ലഷ്കർ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന് നിർണായക പങ്കുണ്ടെന്ന് NIA അന്വേഷണത്തിൽ വ്യക്തമായി. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. വിനീത VG, ബി ദിലീപ് കുമാർ, ശ്രീനാഥ് ചന്ദ്രൻ, ബൽറാം നെടുങ്ങാടി, ഒപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ. ആദ്യം ഞാൻ പോകുന്നത് വിനീത VGയിലേക്കാണ്. വിനീത, വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. ഏതാണ്ട് കൃത്യം 11 മണിയോടുകൂടി തന്നെ ആ യോഗം ആരംഭിച്ചിട്ടുണ്ട്. അമിത്ഷാ, പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗ തലത്തിലുള്ള ആളുകളും യോഗത്തിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആ യോഗം പുരോഗമിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള യോഗമാണിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനമന്ത്രിയുടെ ഈ വസതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. യോഗത്തിന് ശേഷം നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ച തീരുമാനങ്ങളിലേക്ക് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സേനാ നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ സുരക്ഷിതയോടുകൂടി, അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഓരോ നീക്കങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പുറത്തുവിടുന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ സേന ഇതിനോടകം തന്നെ സജ്ജമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാവികസേനയുടെ അടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗത്യം വളരെ അടുത്തെത്തിയിരിക്കുന്നു, അത് ദൂരെയല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും സമാന രീതിയിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, യോഗങ്ങളൊക്കെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ചേർന്നത്. സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗം വിലയിരുത്തും. കേന്ദ്ര മന്ത്രിസഭാ സമിതിയുടെ ആദ്യ യോഗം സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗമാണ് വിലയിരുത്തുക. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഒപ്പം തന്നെ അതിന് പിന്നാലെ ധനകാര്യ മേഖലയിലുള്ള യോഗവും ഒക്കെ തന്നെ ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് ഈ മന്ത്രിമാർക്കൊപ്പം എത്തിയ എസ്കോർട്ട് വാഹനങ്ങളാണ്. എല്ലാ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇന്നലെ ചേർന്ന യോഗത്തിലും പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് വിവിധ സേനാ മേധാവികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ തിരിച്ചടി എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുള്ള കാര്യം അത് സേനാ മേധാവികൾക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമടക്കം നൽകിയിരിക്കുകയാണ്. ഒപ്പം അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏത് നീക്കത്തിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യം ഇന്ന് ചേർന്ന ഈ സുരക്ഷാ യോഗം വിലയിരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും അതിർത്തിയിൽ ഉൾപ്പെടെയുള്ള സുരക്ഷ, ഒപ്പം അതിന് പിന്നാലെയുള്ള സൈനിക നീക്കങ്ങൾ, തിരിച്ചടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ അതീവ രഹസ്യം തന്നെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ സേനാ വിഭാഗങ്ങളടക്കം വ്യക്തമാക്കിയതുമാണ്. ഒപ്പം ഇന്നലെ തന്നെ ഈ ഭീകരർക്കെതിരെയുള്ള ചില നടപടികൾ, ചില ഓപ്പറേഷനുകൾ ജമ്മു കാശ്മീരിലടക്കം വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നുവെന്ന് സേന തന്നെ വ്യക്തമാക്കിയതുമായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ആ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ എന്താണ്, അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചേർന്ന യോഗം അത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ യോഗം പിന്നിട്ടിരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിർണായകമായ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നുണ്ട്. ദിലീപ്, സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗം കൂടാതെ രാഷ്ട്രീയകാര്യ സാമ്പത്തിക കാര്യ സമിതി യോഗം അതൊക്കെ ചേരുകയാണ്. അതിനുശേഷം സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം കൂടി ചേരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നതിൽ. എന്താണ് തീരുമാനമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ഇന്ന് നടക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകും, അങ്ങനെയല്ലേ? അനുജ, അതീവ നിർണായക യോഗങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂപ്പർ ക്യാബിനറ്റ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗമാണ്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പിന്നീട് ബാലാക്കോട്ടിൽ വ്യോമസേനയുടെ ആക്രമണം നടത്തിയത്, അതിനും തൊട്ടുമുമ്പ് ഇതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. അന്ന് പാകിസ്ഥാനെ വാണിജ്യ ആഭിമുഖ്യമുള്ള രാഷ്ട്രം എന്ന നിലയിൽ ഒരു ആഭിമുഖ്യ പദവി നേരത്തെ ഇന്ത്യ നൽകിയിരുന്നതാണ്. അത് നീക്കം ചെയ്യുന്നതിനും അന്ന് 2019 കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം, രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗമാണ് തീരുമാനമെടുത്തത്. ഇപ്പോൾ ഈ യോഗം പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ഉപരിതല ഗതാഗത മന്ത്രി
നിതിൻ ഗഡ്കരി തുടങ്ങിയവരാണ് ഈ മന്ത്രിസഭാ സമിതിയിലുള്ളത്. നിർണായക തീരുമാനം ഈ മന്ത്രിസഭാ സമിതിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ തന്നെ സേനാ മേധാവികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നതാണ്. 3 സേനാ മേധാവികളും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്നിവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ഈ ആക്രമണം നടത്തണം എന്നത് സംബന്ധിച്ച പൂർണ്ണ സ്വാതന്ത്ര്യം സേനകൾക്ക് വിട്ടു നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ഇന്ന് തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം എന്നിവയും ചേരുന്നുണ്ട്. ഏതായാലും നിർണായകമായ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകും. ഇതിനോട് കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം, പാകിസ്ഥാൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അതാവുള്ള തര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവകാശപ്പെട്ടിരിക്കുന്നത് പാക് ഇന്റലിജൻസിന്റെ രഹസ്യ വിവരമുണ്ട്. ഇന്ത്യ ഏതാണ്ട് 36 മണിക്കൂറിനകം തിരിച്ചടിക്കും എന്നാണ്. ഇതിനിടെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ഫോണിൽ സംസാരിച്ച് മേഖലയിൽ സമാധാനം നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയായിരിക്കണം തിരിച്ചടി, അത് എപ്പോഴായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗങ്ങളിൽ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ കൂടിയുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇപ്പോൾ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ വരുന്നു. അവർ UN ഇടപെടൽ തേടുകയാണ്, ഒരു അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പരിഭ്രാന്തി പൂണ്ട ഒരു പാകിസ്ഥാന്റെ വിലാപമാണോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അനുജ, കഴിഞ്ഞ ദിവസം വരെ ഏതാണ്ട് ഒരു യുദ്ധം നടന്നാൽ കൊള്ളാമെന്ന മട്ടിലൊക്കെയായിരുന്നു പാകിസ്ഥാൻ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണം. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി സേനാ മേധാവിമാരുമായി നടത്തിയ യോഗത്തിന് ശേഷം സൈനിക വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, ഇനി മുന്നോട്ടുള്ള നടപടികളിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഒരു അപകടം ഇപ്പോൾ മണത്ത് തുടങ്ങിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ആക്രമണം ഉണ്ടാകും എന്നതൊക്കെ അവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ആവട്ടെ UN സെക്രട്ടറി ജനറലിനെ വിളിച്ച് 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിച്ചേക്കും എന്ന ഒരു പേടി അദ്ദേഹവുമായി സംസാരിച്ചു, അദ്ദേഹത്തോട് പങ്കുവച്ചു. അതുകൊണ്ട് ഒരു ഇടപെടൽ UN ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. അങ്ങനെയാണ് അന്റോണിയോ ഗുട്ടറസ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ S ജയശങ്കറുമായി ഫോണിൽ സംസാരിക്കുകയും നിലവിലെ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ ഇനിയും ശാന്തമായി നിൽക്കാനുള്ള ഒരു സമയം ഇന്ത്യയുടെ പക്കലില്ല എന്ന് കൃത്യമായി തന്നെ S ജയശങ്കർ ഈ മീറ്റിംഗിൽ, ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ലോകത്ത് നിന്ന് മറ്റെവിടെ നിന്നെങ്കിലും ഒരു പിന്തുണൽ ഉറപ്പാക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നുണ്ട്. ഒരു ആക്രമണം അവർ ഏതായാലും ഈ ഘട്ടത്തിൽ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഭയന്നുകൊണ്ടാണ് അവർ മറ്റു സാധ്യതകൾ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഈ ഘട്ടത്തിൽ അവർ അതിനുള്ള സാധ്യതകൾ അവർ തേടുന്നു. ഏതായാലും അതൊന്നും തന്നെ ഫലം കാണുമെന്ന് നമുക്കറിയില്ല. ഇന്ത്യ ഏതായാലും മുന്നോട്ട് തന്നെയാണ്. പ്രധാനമന്ത്രി ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഭീകരവാദത്തിന് മറുപടി കൊടുക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയം തന്നെയാണ്. അനുജ.